കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകൾക്ക് നേരെയുള്ള ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡപ്രകാരം സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പഴകിയതെന്നാരോപിച്ച് കണ്ണൂർ കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കഴിഞ്ഞ 10-ാം തീയതി കണ്ണൂർ നഗരത്തിലെ 2 പ്രമുഖ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ശീതീകരണ ഉപകരണങ്ങളിൽ സൂക്ഷിച്ച ആവശ്യാനുസരണം എടുത്തു ഉപയോഗിക്കാനുള്ള അധികാരം ഹോട്ടലുകൾക്കുണ്ടെന്നിരിക്കെ ഇങ്ങനെ സൂക്ഷിച്ച ഭക്ഷണ പദാർത്ഥങ്ങളാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ മഹ്സർ പോലും തയ്യാറാക്കാതെയും ഒരു ലാബ് ടെസ്റ്റ് പോലും നടത്താതെ ഭക്ഷ്യയോഗ്യമല്ലെന്ന് ധൃതിപ്പെട്ട് വിധിയെഴുതി നടപ്പിലാക്കിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾ നിയമത്തിനെതിരല്ല. ഈ നാട്ടിലെ എല്ലാവിധ നിയമവും ഞങ്ങൾ പരിപാലിച്ചുകൊണ്ടാണ്, വളരെ സത്യസന്ധമായി പരിപാലിച്ചുകൊണ്ടാണ് പോകുന്നത്. പഴകിയ സാധനം എന്ന് പിടിച്ചെടുക്കുക, ഇന്നലെ 2 സ്ഥാപനത്തിൽ നിന്ന് പഴകിയതെന്ന് പറഞ്ഞ് പിടിച്ചെടുത്തൊക്കെ ചില്ലറിൽ വെച്ച് സൂക്ഷിച്ച സാധനങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാകും. ആ ഫോട്ടോ നമ്മൾ പാത്രത്തിന് ഒരു കല പോലും ഇല്ല. പാത്രത്തിൻ്റെ മേളത്തെ ഭാഗത്ത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ അതിൻ്റെ മുകളിൽ പല കലകളും കാണാം. ഇതൊക്കെ അത്രയും വൃത്തിയും അത്രയും ഇതായിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളെ മനഃപൂർവ്വം നശിപ്പിക്കുക, അല്ലെങ്കിൽ ബോധപൂർവ്വം സമൂഹത്തിൽ താറടിച്ച് കാണിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത്. പിടിച്ചെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പഴകിയതാണെന്ന് മനസ്സിലായാൽ അതിന്റെ സാമ്പിൾ ശേഖരിച്ച് 3 ഭാഗമായി തരംതിരിച്ച് ഒന്ന് ലാബ് ടെസ്റ്റിലേക്കും മറ്റൊന്ന് അധികാരപരിധി ഓഫീസിലേക്കും മൂന്നാമത്തേത് തങ്ങളെയും ഏൽപ്പിക്കണം. അത് പരിശോധിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഇതൊന്നും സ്വീകരിക്കാതെയാണ് തങ്ങൾക്കില്ലാത്ത അധികാരം വെച്ച് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടുകയും സ്ഥാപനങ്ങളെ അവഹേളിക്കുകയും ചെയ്തത്. വിഷയം ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഹോട്ടലുകളിൽ ഭക്ഷണം പരിശോധിക്കാനുള്ള അധികാരം ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്കാണെന്നും സംഘടനാ ഭാരവാഹികളെ മന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. മന്ത്രിയുടെ വാക്ക് മുഖവിലക്കെടുക്കാതെയാണ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും നിയമവിരുദ്ധ പ്രവർത്തനം തുടരുന്നത്. ഒരു മാനദണ്ഡങ്ങളോ ലൈസൻസോ ഇല്ലാതെ താഴെച്ചോ മുതൽ ചാല ബൈപ്പാസ് വരെയുള്ള പയ്യാമ്പലം ശ്മശാനം മുതൽ പള്ളിയാമൂല വരെ വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന വഴിയോര ഭക്ഷണ കേന്ദ്രങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നും ഇവർ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മേയർക്കും സെക്രട്ടറിക്കും പരാതി നൽകുമെന്നും അസോസിയേഷൻ സെക്രട്ടറി KN ഭൂപേഷ് പറഞ്ഞു. ഈ ക്ലീൻ സിറ്റി മാനേജറുടെ കീഴിൽ തന്നെയുള്ള അവരുടെ മൂക്കിന് താഴെയുള്ള ഒരു ഏരിയയാണ് താഴേച്ചോ മുതൽ ചാല ബൈപ്പാസ് വരെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര ഹൈജീനിറ്റിയോടെയാണ് അവിടെയുള്ള തട്ടുകടകളും അനധികൃത ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ പയ്യാമ്പലം ശ്മശാനം മുതൽ പള്ളിയാമൂല വരെ ആയിരക്കണക്കിന് തട്ടുകടകളാണുള്ളത്. തട്ടുകടകൾ എന്നല്ല പറയുന്നത്, അനധികൃത ഭക്ഷണ വിപണന കേന്ദ്രമാണ്. അവിടെ എന്ത് ഹൈജീനിറ്റി ഉള്ളത്? ഇതൊന്നും ചെക്ക് ചെയ്യാനോ നിയന്ത്രിക്കാനോ പറ്റാതെ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നേരെ ഹോട്ടലിലേക്ക്, ഹൈജീനിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് കയറി ചെന്നിട്ട് അവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തികച്ചും കൃത്യമായി FSSAയുടെ നിയമപ്രകാരം സൂക്ഷിച്ചു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ തേച്ചെടുത്ത് നശിപ്പിക്കുന്ന ഒരു പ്രവണത ഒരു ആരോഗ്യപരമായ പ്രവണതയല്ല. ഇത് നീണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ട് പുറത്തു പോകേണ്ടി വരും. ഞങ്ങൾ ഈ സ്ഥാപനം അനിശ്ചിതകാലത്തേക്ക് അടച്ചിടേണ്ട ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അസോസിയേഷൻ ഭാരവാഹികളായ CK പ്രകാശ്, ഷിഹാബുദ്ദീൻ, VP അബ്ദുൽ ഖാദർ, P സുമേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.